അച്ഛാ, വൈകിട്ട് വരുമ്പോ മോക്ക് പറഞ്ഞ കാര്യം കൊണ്ടുവരുമോ? ആ, അമ്മ അറിയാതിരുന്നാ മതി. ഓക്കെ അച്ഛാ. മോളെ ലക്ഷ്മി, എത്ര നേരമായി നീ വന്നിട്ട്? ഇന്ന് കുളിയും ചെയ്യൊന്നും ഇല്ലേ? അമ്മേ, ഇന്ന് ഞാൻ കുളിക്കുന്നില്ല. എന്താ കൊച്ചേ ഇത്? നീ ചെറിയ കുട്ടിയൊന്നുമല്ല, വലിയ പെണ്ണാ. ഓർമ്മ വേണം. അമ്മേ, ഞാനൊന്നും പറയുന്നില്ല. എല്ലാത്തിനും കൂട്ട് നിന്റെ അച്ഛനുണ്ടല്ലോ. മോളെ മോളെ, ഈ കൊച്ച ഇവിടെ പോയി കിടക്കുന്നു. ആ, വന്നല്ലോ അച്ഛന്റെ സുന്ദരിക്കുട്ടി. ഗുഡ് മോർണിംഗ്. ഇന്നലെ പഠിപ്പിച്ച പാട്ട് എല്ലാവരും പഠിച്ചല്ലോ. ആരൊക്കെ പഠിച്ചു? ഇന്ന് നമ്മൾ വേറൊരു പാട്ട് പാടിയാലോ? പീലി നീർത്തിയാടും മയിലിൻ ചാരുതൈ കുളിർ മഴയിലാടി ആലിപ്പഴ തണുപ്പിലലിഞ്ഞൊരു മനമേ കലപിലക്കൂട്ടും പള്ളിക്കൂട കാഴ്ചകളിൽ നിറവിൽ വീണ്ടുമൊരു ശോണബിന്ദു വിലലിഞ്ഞ കനവായി അകലേ അകലേ അകലേ. ഈശ്വരാ, ഞാൻ എന്താ ഇങ്ങനെയായത്? എല്ലാരും ഓടിച്ചാടി നടക്കുന്നു. ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്?
രമേശ് സാർ, സാറിനെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ചേട്ടാ, ഒത്തിരി നാളൊന്നും ആയില്ല, ഒരാഴ്ചയായി കാണും. ഒരാഴ്ചയായില്ലേ? സ്ഥിരം കാണുന്നവരെ കാണാതാകുമ്പോ വല്ലാത്ത വിഷമം സാറേ. അതാ. വേറൊന്നും അല്ല ചേട്ടാ, റെയിൽവേയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഒന്ന് ഡൽഹി വരെ പോകേണ്ടി വന്നു, അതാ കാണാതിരുന്നു. എന്തായാലും നല്ല കാര്യം സാറേ. പഠിപ്പില്ലെഞ്ഞിട്ടാണോ? എത്ര നാളായി അലയുന്നു? സാറിന് ഈ ജോലി കിട്ടും, ഉറപ്പാ. കിട്ടിയാ മതി. അതൊക്കെ പോട്ടെ ചേട്ടാ, നമ്മുടെ ലക്ഷ്മിക്കുട്ടി എന്തു പറയുന്നു? എന്ത് പറയാനാ സാറേ, എൻ്റെ മോള്, അവൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളാ. ഈ ഞാൻ എന്ത് ചെയ്യാനാ? അവളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം കുടിച്ചു മൂടിയിരിക്കുക. സമപ്രായത്തിലുള്ളവരെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞിനും അവരെ പോലെ ഓടിച്ചാടി നടക്കാൻ തോന്നും. വിഷമിക്കാതെ ചേട്ടാ, അവളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും, ധൈര്യമായിരിക്കും. കടുപ്പത്തിലൊരു ചായ വേണം. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ചായ ഇപ്പൊ തരാം. കഴിക്കാനുള്ളതെല്ലാം രാവിലെ കഴിഞ്ഞു. നിങ്ങളെ കണ്ട് പരിചയം പോലുണ്ടല്ലോ. നിങ്ങൾ പണ്ട് ആ ടൗണിലെ ഹോട്ടലിൽ ജോലിക്ക് നിന്നിട്ടുണ്ടോ? അതൊക്കെ എത്രയോ വർഷമായി. പിന്നെ ഗൾഫിലേക്ക് ഒന്ന് പോയി. ജീവിതത്തിലെ നല്ല സമയങ്ങളെല്ലാം അവിടെ ചെലവഴിച്ചു. ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി. അവരൊക്കെ വലിയ നിലയിലായി. അസുഖം മൂത്ത് കിളവനായി തിരികെ വന്നപ്പോ മക്കൾക്കും ഭാര്യയ്ക്കും അവർക്ക് അന്തസ്സിന് യോജിക്കാത്തവനായി. അവസാനം ഒരു കാവൽപ്പട്ടിയുടെ വില പോലും തരാതെ വന്നപ്പോ വീട് വിട്ടിറങ്ങി. ഇപ്പൊ തെരുവുകൾ തോറും ആക്രി വിറ്റ് ജീവിക്കുന്നു. സഹോദര, നമ്മുടെ പഴയ കാലമൊക്കെ മാറി. ഇപ്പൊ എല്ലാവർക്കും പണം മതി. പണമില്ലാത്തവർ പിണം തന്നെ. ഈശ്വര, നമ്മുടെ ലോകം പോയ പോക്കേ. എന്താ വിധി? എന്താ ചെയ്ത, നമ്മൾ അവൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. നമുക്ക് ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. അവൾക്കും ആഗ്രഹം കാണില്ലേ മറ്റുള്ളവരെ പോലെ ജീവിക്കണമെന്നും നടക്കണമെന്നും ഒക്കെ. പറ്റാവുന്ന ചികിത്സയൊക്കെ നടത്തി. എന്നിട്ട് നമ്മുടെ മോള് ഇന്നലെയും മുറിയിൽ ലൈറ്റ് കിടക്കുന്ന കണ്ട് ചെന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കി ഒറ്റ ഇരിപ്പ എൻ്റെ മോള്. അവൾ ഒറ്റയ്ക്കായതുപോലുള്ള പെരുമാറ്റം. ഞാൻ അവളുടെ പെറ്റമ്മയല്ലേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ദിവാകരേട്ട. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. നീ അമ്പലത്തിൽ പോ ഇറങ്ങിയതല്ലേ, പോയിട്ട് വാ. അയ്യോ, ആര്? ഞാൻ പേടിച്ചു പോയി. നാണക്കേട് തന്നെ. അല്ല, എവിടായിരുന്നു ഇതുവരെ? ഞങ്ങളെയൊക്കെ മറന്നോ? ലക്ഷ്മിക്കുട്ടിയെ മറക്കാനോ? ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഡൽഹിയിൽ വരെ ഒന്ന് പോയിരുന്നു. കൊള്ളാലോ. ഇത്തവണ രമേശന് എന്തായാലും ജോലി കിട്ടും.
എനിക്കും നല്ല ജോലിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെയൊക്കെ ആര് ജോലിക്കെടുക്കാനാ? വികലാംഗ, മന്ദബുദ്ധി, കുരുടി, പൊട്ടി, എന്തൊക്കെ വിളിപ്പേരാ എനിക്ക്. ലക്ഷ്മി, ഓരോന്നാലോചിച്ച് വിഷമിക്കാതെ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. എവിടെ ശരിയാകാൻ ചേട്ടാ? നമ്മളെപ്പോലുള്ളവരെ ഈ സമൂഹം കാണുന്നത് ഇപ്പോഴും വേറൊരു രീതിയിലാണ്. എല്ലാവർക്കും സഹതാപം അല്ലെങ്കിൽ പുച്ഛം. ആർക്ക് വേണം ഇത് രണ്ടും? മോളെ, രമേശ് ചേട്ടാ, ശരീരം ചലിക്കില്ലെങ്കിലും എല്ലാവർക്കും ഉള്ളതുപോലൊരു മനസ്സുണ്ട് എനിക്ക്. ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. ഈ ലോകത്തിൻ്റെ വിശാലതയിലേക്ക് എനിക്ക് സഞ്ചരിക്കണമെന്നുണ്ട്. ഈ ലോകം മുഴുവൻ ചുറ്റി കാണണമെന്നുണ്ട്. പക്ഷേ ഒന്ന് ചലിക്കാൻ പോലും പറ്റാത്ത ഞാൻ, എൻ്റെ കുറേ പൊട്ട സ്വപ്നങ്ങൾ. വിഷമിക്കാതെ. നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നടക്കും. നിനക്ക് ഈ ലോകം മുഴുവൻ കാണണമല്ലേ? അതിന് മാർഗമുണ്ട്. നിന്റെ കൂട്ടുകാർ നിന്നെ തേടി വരണമല്ലേ? ശരിയാക്കി തരാം. അതെങ്ങനെ രമേശ് ചേട്ടാ? നിന്റെ ഫോണിങ്ങടുത്തേ. അല്ല, ഇതാര് ഭാസ്കരനോ? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ഒന്നും പറയണ്ട ദിവാകര, എല്ലാത്തിനും ഓടാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇളയവൻ കൂടി കയറി പോയപ്പോൾ എല്ലാ ഭാരവും എൻ്റെ തലയിലായി. പിന്നെ നിനക്കറിയാലോ, ടൗണിലെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇളയൻ പോയോ? അവൻ ഏത് സ്ഥലത്താ പോയത്? ദുബൈയിലേക്കാ. നല്ലൊരു വിസ കിട്ടി. ഇവിടെ എന്താകാനാ? ശരിയാ ദിവാകര, പിള്ളേർ പ്രായപൂർത്തിയായാൽ, അത് ആണായാലും പെണ്ണായാലും വീട്ടിൽ നിർത്താൻ പേടിയാ. വല്ലാത്ത ഒരു തലമുറയായിപ്പോയി. സീതേ, ഒന്നിങ്ങോട്ട് വന്നേ. ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. ആ, ഇതാരാ? ഭാസ്കരേട്ടനോ? എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ആ, ചെറിയൊരു വിശേഷമുണ്ട്. മോളുടെ കല്യാണമായി. ഗൾഫുകാരനാണ് പയ്യൻ. നല്ലൊരു ആലോചനയാ. അതങ്ങ് ഉറപ്പിച്ചു. ചിങ്ങം 10-നാണ് കല്യാണം. ഇവിടുത്തെ ലക്ഷ്മി മോളോടൊത്ത് പഠിച്ചതാ മോളും. അല്ലേലും പെൺപിള്ളേർ പ്രായമായാൽ വീട്ടിലിരുത്തുന്നതും ശരിയല്ലല്ലോ. ശരിയാ. ഞാൻ ഇറങ്ങട്ടെ ദിവാകര. അറിയാലോ, കല്യാണം വിളി വല്ലാത്തൊരു ഏർപ്പാടാ. ആ, പറയൂ ലക്ഷ്മി. രമേശ് ചേട്ടാ എവിടെയാ? ഞാൻ ട്യൂട്ടോറിയലിൽ നിന്ന് വരുന്ന വഴിയാ. രമേശ് ചേട്ടാ, അത് പിന്നെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നു നമ്മൾ FB ഇട്ട പോസ്റ്റിന് ശേഷം. ആ, കൊള്ളാലോ. ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി, നിന്റെ കൂട്ടുകാരെല്ലാവരും നിന്നെ തേടി വരും. ശരിക്കും രമേശ് ചേട്ടാ, സത്യമാണോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആലി എന്നെ വിളിച്ചു രമേശ് ചേട്ടാ മെസ്സഞ്ചറിൽ. അവൾ എന്നെ കാണാൻ വരുന്നു. ആ ലക്ഷ്മി, എങ്ങനെയുണ്ട് ഇപ്പോൾ? ലക്ഷ്മി, ഞാൻ മഴയെത്തിക്കുക. അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ, ഷുവർ. ആരാന്ന് വിട്. ആരെന്ന് പറഞ്ഞാ കൈയെടുക്കാം. ആലിയ, എന്റെ ആലിയ, നീ വന്നോ? രമേശ് ഏട്ടനോ? രമേശ് ഏട്ടാ, ഇവളെക്കുറിച്ച് നമ്മൾ വീട്ടിൽ വെച്ച് പറഞ്ഞതൊന്നും അല്ല കേട്ടോ.
ഇവൾ പുലിയല്ല, പുപ്പുലിയാ. പുലിയാണോ പൂച്ചയാണോ? ലക്ഷ്മി വേണ്ട കേട്ടോ, നമ്മളൊരു പാവമാണേ. പാവമാണോ ഭയങ്കരിയാണോ ആർക്കറിയാം? എൻ്റെ ആലിയ പാവം, അതിനാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, അടുത്ത മാസം പുതിയൊരു പ്രോജക്റ്റ് ഉണ്ട്. ഈ പ്രോജക്റ്റും ജോലിയൊക്കെ മതിയോ? നിനക്കൊരു ജീവിതം വേണ്ടേ? നിനക്കറിയാലോ, നമ്മൾ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാ വാപ്പ മരിച്ചത്. അതിനുശേഷം ഉമ്മയും കിടപ്പിലായി. പടച്ചോന്റെ കാരുണ്യം കൊണ്ടാ ഒരു ജോലി കിട്ടിയത്. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാൾ വന്നാൽ വരുവടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. പിന്നെ ആ ഉപ്പുലിക്കുട്ടി എവിടെ പോയി? വേണ്ട കേട്ടോ, കളിയാക്കിയൊന്നും വേണ്ട. അലിയ, ഞാൻ വെറുതെ പറഞ്ഞല്ല. എന്റെ ലക്ഷ്മിക്കുട്ടിയുടെ ഫ്രണ്ടല്ലേ, എനിക്കറിയാം ആള് പഞ്ചപാവാന്ന്. ആര് പറഞ്ഞു ഞാൻ പഞ്ചപാവാണെന്ന്? അതും ലക്ഷ്മിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട്. അല്ല അലിയ, അത് പിന്നെയല്ല ഇപ്പോ. രമേശ് ചേട്ടാ, ലക്ഷ്മി എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ അലിയ, എന്താ പറഞ്ഞേ? അത് പിന്നെ മക്കളെ, നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനൊരു തീരുമാനമെടുത്തത്? അതെ ദിവാരേട്ടാ, ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാ ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. എന്നാലും മോനെ ദിവാരേട്ടാ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ചത് ഒരുപാട് നാളത്തെ പ്രണയം കൊണ്ടൊന്നുമല്ല. ചില കാര്യങ്ങൾ വേഗത്തിൽ എന്നാൽ ആലോചിച്ച് തീരുമാനമെടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ല മോളെ, നമ്മുടെ സമൂഹം ഇതൊക്കെ എന്ത് സമൂഹം? അമ്മേ, പരസ്പരം ഇഷ്ടപ്പെടുന്നത് മനസ്സുകൊണ്ടാണ്. നമ്മുടെ സമൂഹം മനസ്സുകളെ നന്നായി പഠിക്കാൻ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളതല്ല. അല്ലേ രമേശ് ചേട്ടാ? തീർച്ചയായും ലക്ഷ്മി പറഞ്ഞത് 100% ശരിയാണ്. മാറേണ്ടതും മാറ്റേണ്ടതും നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ്. തന്നിൽ എരിഞ്ഞടങ്ങുമെന്ന് അവൾ കരുതിയ കിനാക്കൾ വീണ്ടും ചിറക് വിടർത്തുകയാണ്. പുതിയ പച്ചപ്പ് തേടിയുള്ള രമേഷിൻ്റെയും ആലിയുടെയും ജീവിതയാത്രയ്ക്കൊപ്പം ലക്ഷ്മി തനിയെ ആകാതെ.